എല്ലാം ക്രമപ്പെടുത്തുവാൻ പിതാവിന്റെ വലതുവശത്തുണ്ടായിരുന്ന ജ്ഞാനമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ജ്ഞാനമുള്ളവനെന്നും ജ്ഞാനമില്ലാത്തവനെന്നും പറയുന്നതിന്റെ വ്യത്യാസം ഇതാണ്: ക്രിസ്തു ഉള്ളവൻ, ക്രിസ്തു ഇല്ലാത്തവൻ. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലർ ക്രിസ്തു ഉള്ളവരായി ജീവിക്കുന്നു, ചിലർ ക്രിസ്തു ഇല്ലാത്തവരായി ജീവിക്കുന്നു. ജ്ഞാനവും അറിവും തമ്മിൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒത്തിരിയേറെ ബുദ്ധിയൊക്കെ ഉണ്ടാവും, പഠിപ്പൊക്കെ ഉണ്ടാവും, വലിയ ഉദ്യോഗമൊക്കെ ഉണ്ടാകാം. പക്ഷേ ജ്ഞാനമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഉള്ള അവസ്ഥയാണ്. നിനക്ക് ക്രിസ്തു ഉണ്ടോ? സോളമൻ ഈ ഭൂമിയിലുള്ള ധനത്തെക്കാളും അധികാരത്തെക്കാളും ശത്രു സംഹാരത്തെക്കാളും സമ്പത്തിനേക്കാളും അധികം ജ്ഞാനത്തെ ചോദിച്ചു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ജ്ഞാനമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. നിനക്ക് ക്രിസ്തു ഉണ്ടോ? നീ ക്രിസ്ത്യാനിയാണോ എന്നല്ല ചോദ്യം. നീ മാമോദീസ മുങ്ങിയിട്ടുണ്ടോ എന്നല്ല ചോദ്യം. നിന്റെ പേര് പള്ളിയുടെ പുസ്തകത്തിൽ, പള്ളിപ്പുസ്തകത്തിൽ ഉണ്ടോ എന്നല്ല ചോദ്യം. നിനക്ക് ക്രിസ്തു ഉണ്ടോ?